അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇർഷാദുൽ ഇബാദ് സബക്ക് 79. വത്തൊബറാനി, ഇമാം തൊബറാനി തൻ്റെ മുഅ്ജമിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സ്വല്ലഹ, ആരെങ്കിലും നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ, ലിഗൈരി വഖ്തിഹ, നിസ്കാരത്തിൻ്റെ വഖ്തിലല്ലാതെ അസമയത്ത് ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ, വലം യുസ്ബിഖ് വുദുഅഹ, ആ നിസ്കാരത്തിൻ്റെ വുദു അവൻ പൂർത്തിയാക്കുന്നുമില്ല, ശരിയായ രീതിയിൽ വുദു ചെയ്യുന്നില്ല, വലം യുതിമ്മലഹ ഖുശൂഅഹ, നിസ്കാരത്തിൻ്റെ ഖുശൂഅ് പൂർണ്ണമാക്കുന്നില്ല, നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, അത് പൂർണ്ണമാക്കുന്നില്ല, വലാ റുകൂഅഹ, നിസ്കാരത്തിൻ്റെ റുകൂ പൂർത്തിയാക്കുന്നില്ല, വലാ സുജൂദഹ, സുജൂദ് പൂർണ്ണമായ രീതിയിൽ ചെയ്യുന്നില്ല, എന്നാൽ അതെന്തൊരു നിസ്കാരമാണ്? ഖറജത്ത്, ആ നിസ്കാരം പുറപ്പെടുന്നതാണ്, വഹിയ സൗദാഉ മുദ്ലിമ, അത് അന്ധകാര നിബിഡമായി ഇരുട്ട് കയറിയ കരിവാളിച്ചുകൊണ്ട് ആ കറുത്ത നിസ്കാരമായിട്ട്, കറുത്ത അമലായിട്ട് അത് മുകളിലേക്ക് പുറപ്പെടുന്നതാണ്. തഖൂലു, ഇവനിൽ നിന്നും അത് പുറപ്പെടുന്നതാണ്. തഖൂലു, ആ നിസ്കാരം പറയും, ലയ്യഅക അല്ലാഹു കമാ ലയ്യഅതനി, നീ എന്നെ പാഴാക്കിയതുപോലെ അള്ളാഹു നിന്നെയും പാഴാക്കട്ടെ, അള്ളാഹു നിന്നെയും നശിപ്പിക്കട്ടെ, നീ എന്നെ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാതെ എന്നെ പാഴാക്കി കളഞ്ഞതുപോലെ അള്ളാഹു നിന്നെയും പാഴാക്കി കളയട്ടെ എന്ന് നിസ്കാരം ഇവനെ ശപിച്ചുകൊണ്ട്, ഇവനക്കെതിരെ ദുആ ചെയ്തുകൊണ്ട് നിസ്കാരം ഇവനിൽ നിന്നും പുറപ്പെടുകയാണ്. ഹത്താ ഇദാ കാനത ഹൈതു ശാ അല്ലാഹു, അങ്ങനെ അള്ളാഹു തആല ഉദ്ദേശിച്ച സ്ഥലത്തെത്തി കഴിഞ്ഞാൽ, ലുഫത്ത് കമാ യുലഫു സൗബുൽ ഖലിഖു, പഴയ വസ്ത്രം ചുരുട്ടപ്പെടുന്നത് പോലെ ആ നിസ്കാരത്തെ ചുരുട്ടപ്പെടും. സുമ്മ ദുരിബ ബിഹാ വജ്ഹുഹു, പിന്നെ ഇവന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചടിക്കപ്പെടും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ആ തരത്തിൽ നിസ്കാരത്തെ 2-ാം നമ്പറാക്കി ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാതെ, നിസ്കാരത്തിന്റെ വുളൂ പൂർണ്ണമാക്കാതെ, ഖുശൂഉം റുകൂഉം സുജൂദും ഒന്നും പൂർണ്ണമാക്കാൻ സമയം കിട്ടാതെ, അതിന്റെ ഷർത്തുകളൊന്നും പാലിക്കാതെ നിസ്കരിക്കുമ്പോൾ ഈ രൂപത്തിൽ വിപരീത ഫലമുണ്ടാക്കുന്ന നിസ്കാരമായി അത് മാറുന്നതാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ ഫുലാൻ, മനുഷ്യ, അലാ തുഹ്സിൻ സ്വലാത്തക, നിന്റെ നിസ്കാരം നീ നന്നാക്കുന്നില്ലേ, നീ ശരിയായ രീതിയിൽ നിസ്കരിക്കുന്നില്ലേ? അലാ യൻദുറുൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ എന്തേ ചിന്തിക്കുന്നില്ല, ഇദാ സ്വല്ല കൈഫ യുസല്ലി, നിസ്കരിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്ന് നിസ്കരിക്കുന്നവൻ നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഫഇന്നമാ യുസല്ലി ലിനഫ്സിഹി, തീർച്ചയായും ഓരോരുത്തരും അവൻ നിസ്കരിക്കുന്നത് അവന്റെ സ്വന്തം നഫ്സിന് വേണ്ടിയാണെന്ന് ഓർമ്മ വേണം. സ്വന്തം നഫ്സിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് എന്നും ആരാനിക്കല്ല, സ്വന്തമാണ്, അവനവനിക്കാണ്, അവനവനിക്ക് കൂലി കിട്ടാനാണ്, അവനവൻ രക്ഷപ്പെടാനാണ്, അവനവൻ ഈമാൻ കിട്ടി മരണപ്പെടാനാണ്, അവനവൻ ഖബറിലും മഹ്ശറിലും ഒക്കെ രക്ഷപ്പെടാനാണ് എന്നുള്ള ബോധത്തോടു കൂടി നിസ്കരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടതാണെന്നുള്ള ബോധത്തോടു കൂടി നിസ്കരിക്കേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇനിയും നോക്കൂ, വദ്ദൈലമി വഹസനഹുൽ ഹാഫിദ് ഇബ്നു ഹജർ, ഇമാം ദൈലമി റിപ്പോർട്ട് ചെയ്യുകയാണ്, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ ഈ ഹദീസ് ഹസനായ ഹദീസാണ്, നല്ല ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദ്കുരിൽ മൗത ഫീ സ്വലാത്തിക, നിസ്കാരത്തിൽ നീ മരണം ഓർക്കണം, നിന്റെ നിസ്കാരത്തിൽ നീ മരണത്തെ സ്മരിക്കണം. ഫഇന്നർ റജുല ഇദാ ദക്കറൽ മൗത ഫീ സ്വലാത്തിഹി, കാരണം എന്താണ്? ഒരാള് നിസ്കാരത്തിൽ മരണം ഓർത്തു കഴിഞ്ഞാൽ ലഹരിയുൻ അൻ യുഹ്സിന സ്വലാത്തഹു, നിസ്കാരം നന്നാക്കാൻ അവൻ ശ്രദ്ധിക്കുന്നതാണ്. നിസ്കാരം നന്നാക്കാൻ, ശരിയായ രീതിയിൽ നിസ്കരിക്കാൻ അവൻ അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അവൻ ശ്രദ്ധിക്കുന്നതാണ്. വസ്വല്ലി സ്വലാത്ത റജുലിൻ, അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാലും ആവശ്യമുള്ളതല്ലേ, കാലാകാലത്തേക്കുള്ള ജീവിതം രക്ഷപ്പെടാനുള്ളതല്ലേ എന്നുള്ള ബോധത്തോടു കൂടി നിസ്കരിക്കണം. അപ്പോൾ നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കും. വസ്വല്ലി സ്വലാത്ത റജുലിൻ, നീ ഒരു രീതിയിലുള്ള ഒരു മനുഷ്യന്റെ നിസ്കാരം നിസ്കരിക്കണം. ലാ യളുന്നു അന്നഹു യുസല്ലി സ്വലാത്തൻ ഗൈറഹ, ഇതല്ലാത്ത മറ്റൊരു നിസ്കാരത്തിന് ഇനി അവസരമുണ്ടാവുമെന്ന് ഭാവിക്കാത്ത, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളുടെ നിസ്കാരം നീ നിസ്കരിക്കണം. ആ രീതിയിലായിരിക്കണം നിന്റെ നിസ്കാരം ഉണ്ടാവേണ്ടത്. ഇതെന്റെ ഏറ്റവും അവസാനത്തെ നിസ്കാരമാണ്, ഇനി എനിക്ക് അടുത്ത വക്തിലേക്ക് ഞാൻ ബാക്കി ഉണ്ടാവില്ല. ളുഹർ നിസ്കരിക്കുമ്പോൾ ചിന്തിക്കുക, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, അസറിന്റെ വക്തിൽ ഞാൻ ബാക്കി ഉണ്ടാവില്ല. അസർ നിസ്കരിക്കുമ്പോൾ ചിന്തിക്കുക, മഗ്‌രിബിന്റെ വക്തിലേക്ക് എന്റെ ജീവൻ ഉണ്ടാവില്ല, അതിനു മുമ്പ് മരണപ്പെടാനുള്ളതാണ്, എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും അവസാനത്തെ നിസ്കാരമാണ്. ഈ രീതിയിൽ ഓരോ നിസ്കാരവും കൊണ്ടുപോവേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അബൂ ദാവൂദ് അൻ അബ്ദുല്ലാഹി ഇബ്നു ഷഖീർ അൻ അബ്ദുല്ലാഹി ഇബ്നു ഷഖീർ റളിയല്ലാഹു അൻഹു തൊട്ട് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല, അദ്ദേഹം പറയുകയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. വഫീ സ്വദ്രിഹി അസീറുൻ,
റസൂലുള്ളാന്റെ ഹൃദയത്തിൽ നിന്ന്, നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. കരച്ചിൽ കൊണ്ട് അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചിൽ നിന്നും ചീനച്ചട്ടിയിൽ നിന്നുള്ള ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ചാലുള്ള ശബ്ദമുണ്ടല്ലോ, ആ ഗറഗറ ശബ്ദം എന്താകുന്നുണ്ട്, ആ പിടക്കുന്ന ശബ്ദം, നെഞ്ച് പിടക്കുന്ന ശബ്ദം, ആ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ആ റസൂലുള്ളാഹ് കരയുന്നത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടിക്കുന്ന ഹൃദയത്തിന്റെ ശബ്ദം ചീനച്ചട്ടിയിലുള്ള ശബ്ദം പോലെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഉണ്ടായ സ്വഹാബി പറയുന്നു. ഫായിദത്തുൻ, ഇതൊരു നോട്ടാണ്, പ്രത്യേകം മനസ്സിലാക്കാനുണ്ട്. ഖാല സയ്യിദ് മുഈനുദ്ദീൻ സ്വഫവി ഫി തഫ്സീരിഹി ജവാമിഉ തുബിയാൻ. ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ സ്വഫവി തന്റെ ജവാമിഉ തുബിയാൻ എന്ന തഫ്സീറിൽ പറയുന്നുണ്ട്, വല്ല സഹു അന്നൽ ഖുശൂഅ മിൻ ഫറായിദി സ്വലാത്ത്. പ്രബലമായ അഭിപ്രായം ഖുശൂ എന്നുള്ളത് നിസ്കാരത്തിന്റെ ഫർളുകളിൽ പെട്ടതാണ് എന്നത്രേ. അസഹായ അഭിപ്രായം ഖുശൂ, നിസ്കാരത്തിൽ ബോധത്തോടുകൂടി ഭയഭക്തിയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നുള്ള വിചാരത്തോടുകൂടി നിസ്കാരത്തിലാണെന്നുള്ള ഖുശൂയോടുകൂടി നിസ്കരിക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഫർളുകളിൽ പെട്ടതാണ്. വഖാല സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് എന്താ, മല്ലം യഖ്ശ ഫസദത് സ്വലാത്തുഹു, നിസ്കാരത്തിൽ ഖുശൂ ഇല്ല എങ്കിൽ പിന്നെ അവന്റെ നിസ്കാരം ബാത്തിലാണ്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പറയുന്നത്. ഖാല സയ്യിദി അൽ ഖുതുബുൽ ആരിഫ് ബില്ലാഹി മുഹമ്മദുൽ ബക്രി റളിയല്ലാഹു അൻഹു, എൻ്റെ ശൈഖായ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആരിഫ് ബില്ലാഹ് മുഹമ്മദുൽ ബക്രി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി, ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്താണെന്നറിയോ, വ ഇന്നമാ യൂരിസു ദാലിക, എങ്ങനെയാണ് ഈ ഖുശൂ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഇത്വാലത്തുർ റുകൂഇ വസുജൂദി, റുകൂഉം സുജൂദും ഒക്കെ ദീർഘിപ്പിച്ചുകൊണ്ടാണ്. സുജൂദും റുക്കൂഅൊക്കെ ദീർഘിപ്പിക്കലാണ് ഖുശൂ ഉണ്ടാക്കാനുള്ള മാർഗം. അപ്പൊ കുറെ സമയം റുക്കൂ ചെയ്യുക, കുറെ തസ്ബീഹ് ചെല്ലുക, സുജൂദിലൊക്കെ കുറെ തസ്ബീഹ് ഇല്ല, അപ്പം ഖുശൂ ഉണ്ടാകും. അതേസമയം വളരെ സ്പീഡായി നിസ്കരിച്ചാൽ അവിടെ ഖുശൂ ഉണ്ടാകുന്നതല്ല. അപ്പൊ ഖുശൂ ഉണ്ടാക്കാൻ നോക്കേണ്ടതുണ്ട്. ഖുശൂ ഫർളാണെന്നും ഖുശൂ ഇല്ലാതെ നിസ്കരിച്ചാൽ ബാത്തിലാകുമെന്നും എന്നൊക്കെ അഭിപ്രായം ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ പ്രാധാന്യത്തോടുകൂടി ഖുശൂഇന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബോധത്തോടുകൂടി നിസ്കരിക്കേണ്ടതുണ്ട്. കേവലം ഒരു കീഴ്വഴക്കമായി മാമൂലായി തീർക്കാനുള്ളതല്ല നിസ്കാരം. ഖാല ശൈഖു മശായിഖ്നാ സക്കരിയ അൽ അൻസ്വാരി റഹിമഹുല്ലാ, നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസ്വാരി തങ്ങൾ പറയുന്നു, ഇന്ന നദ്റ മൗദി അസ്സുജൂദി അഖ്റബു ഇലൽ ഖുശൂഇ, സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കുക, അത് ഖുശൂ കിട്ടാൻ ഏറ്റവും എളുപ്പമാർഗമാണ്. സുജൂദിന്റെ സ്ഥാനത്തേക്ക് മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാതെ നോട്ടവും ഫിസിക്കലായിട്ട് നമ്മുടെ നോട്ടം സുജൂദിന്റെ സ്ഥാനത്ത് മാത്രം പതിയുകയാണെങ്കിൽ തന്നെ ഖുശൂ കിട്ടാൻ അത് അടുത്ത മാർഗമാണ്, എളുപ്പമാർഗമാണെന്ന് ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസ്വാരി തങ്ങൾ പറയുന്നു. അപ്പോൾ മറ്റെവിടേക്കും ശ്രദ്ധിക്കാതെ, നമ്മൾ പറഞ്ഞു മുമ്പിലൊരു മറ വേണം, ചിത്രമുള്ള പടങ്ങളൊന്നും പറ്റൂല, ഒന്നുമില്ല, മറ്റൊന്നിലേക്കും ശ്രദ്ധ പോവാതെ ഭൗതികമായി തന്നെ നമ്മൾ എന്താക്കുക, മനസ്സിന്റെ ഉള്ളിലല്ല പുറമേ തന്നെ നമ്മൾ നോക്കുന്ന സ്ഥലം വളരെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ച് നോട്ടം നിർത്തിയാൽ അത് തന്നെ ഖുശൂ കിട്ടാൻ അത് കാരണമാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.